ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ഒരു പേപ്പർ കിട്ടിയാൽ നമ്മൾ എന്താ വായിക്കുക? 1-ാം പേജ് അല്ലേ? 1-ാം പേജ് കഴിഞ്ഞിട്ട് 2-ാം പേജും 3-ാം പേജും ഒക്കെ ഉണ്ടാവും. എന്നാൽ ചിലർ സിനിമാ പരസ്യമൊക്കെ പണ്ട് ആദ്യം നോക്കിയിരുന്നു. ഇപ്പോൾ സിനിമാ പരസ്യമൊന്നും പേപ്പറുകളിൽ അധികം വരാറില്ല. വേറെ ചിലർ എന്നാൽ സ്പോർട്സിൽ കമ്പുള്ളവരെ ആ പേജ് നോക്കും. ബന്ധുക്കളോ പരിചയക്കാരോ മരിച്ചോ നോക്കണ ആൾക്കാരും കുറവല്ല. എന്നാൽ 1-ാം പേജ് വായിച്ച് വിഡ്ഢിയായ ആളുണ്ട്. 1-2 ദിവസം മുമ്പത്തെ കാര്യമാണ് പറയണത്. ഒരു പേപ്പറിലല്ല, പേപ്പറുകളിൽ 1-ാം പേജിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നോട്ട് നിരോധനം വരണു എന്നൊരു വാർത്ത അങ്ങോട്ട് വന്നു. എന്നാൽ വാർത്തയുടെ തലയെക്കെട്ട് വായിച്ച് ആളിന് ആകെ അങ്ങോട്ട് പരിഭ്രമിച്ചു. വേറൊരു വാർത്ത, വൻ ദുരന്തം ഒഴിവായി 30,000-ഓളം പേര് രക്ഷപ്പെട്ടു എന്നായിരുന്നു. നമ്മുടെ വയനാട്ടിലെ ഒരു യന്ത്രമനുഷ്യൻ കേരളത്തിലെ മന്ത്രിയാവുന്നുള്ളൊരു വാർത്തയാണ് വേറെ. എന്നാൽ ഇതൊക്കെ വായിച്ച് ആകെ കൂടി ചിന്താക്കുഴപ്പത്തിലായ ആളിന് അതത് പത്രങ്ങളിലേക്ക് അങ്ങോട്ട് വിളി തുടങ്ങി. ഒടുക്കം പത്രക്കാരനെ എന്താ ചെയ്യേണ്ടതെന്നറിയാണ്ട് ചിന്താക്കുഴപ്പത്തിലായി. കൈവിട്ട വാക്കും കയ്യിന്ന് പോയ അമ്പും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് കേട്ടിട്ടില്ലേ? ഒടുവില് പിറ്റേ ദിവസം രാവിലെ സംഭവിച്ച കാര്യങ്ങളിൽ നിർവ്യാജം ഖേദിക്കണമെന്നൊരു കുറിപ്പൂട്ട് പത്രക്കാര് തടിയൂരാൻ അങ്ങോട്ട് ശ്രമിച്ചു. 10-20 ലക്ഷം ഉറുപ്യ പരസ്യത്തിന്റെ വരുമാനം ഉണ്ടാവിച്ചിട്ട് ഇങ്ങനെ 1-ാം പേജിൽ തന്നെ റിസർവ് ബാങ്ക് ഗവർണർ, ധനമന്ത്രി തുടങ്ങി ഇയാളുടെ പേരൊക്കെ മാറ്റി അച്ചടിച്ച് ഒടുവില് സമസ്താപരാധം പൊറുക്കണമെന്ന് പറഞ്ഞ് ഒരു കുറിപ്പൂട്ടുകൊണ്ട് പോയ സൽപ്പേര് തിരിച്ചു വരുവേ. തെറ്റാന്നറിഞ്ഞിട്ടാണ് ഇവര് പ്രസിദ്ധീകരിച്ചത്. നരി വരുന്നേന്ന് പറഞ്ഞ് കരഞ്ഞൊരു കുട്ടി ഒടുക്കം ശരിക്ക് നരി വന്നപ്പോ ആരും സഹായിക്കാനില്ലാണ്ടായ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ചുരുക്കത്തില് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ശങ്കിക്കുന്നു പറഞ്ഞ മാതിരി എല്ലാ ദിവസവും പേപ്പർ വന്നാൽ 2-3 തവണ വായിച്ചു നോക്കിക്കോളാം. ഇത് മാർക്കറ്റിംഗ് ഫീച്ചറാണോ, ചെറിയൊരു കുറിപ്പായിട്ട് ഈ വാർത്ത സാങ്കല്പിക്കാണോ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോന്ന് നല്ലോണം ശ്രദ്ധിക്കണം. വിശ്വാസ്യത എന്ന് പറയണതേ കാലം കൊണ്ടുണ്ടാവണതാ. അത് കളഞ്ഞു കുളിക്കാൻ അധികം നേരമൊന്നും വേണ്ട. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് വരുമ്പോൾ 1 മുതൽ 10 വരെ എണ്ണാൻ പഠിച്ചു വരണമെന്ന് ഒരു ടീച്ചർ കുട്ടികളോട് പറഞ്ഞു അത്രേ. പിറ്റേ ദിവസം വന്നപ്പോൾ കുട്ടികൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോയെന്നറിയാൻ ടീച്ചർക്ക് തിടുക്കായി. കുട്ടിയോട് ചോദിച്ചു അത്രേ, നിനക്ക് 10 വരെ തെറ്റാതെ എണ്ണാൻ പറ്റുമോ? അപ്പോൾ കുട്ടി പറഞ്ഞു അത്രേ, പറ്റും. അപ്പോൾ ടീച്ചർ പറഞ്ഞു 4 എണ്ണ. അപ്പോൾ കുട്ടി എണ്ണാൻ അങ്ങോട്ട് തുടങ്ങി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ടീച്ചർ അങ്ങോട്ട് അത്ഭുതപ്പെട്ട് ചോദിച്ചു അത്രേ, ഇതാരാ തന്നെ പഠിപ്പിച്ചേ? അപ്പോൾ കുട്ടി പറഞ്ഞു അത്രേ, 1 മുതൽ 5 വരെ അമ്മ, 6 മുതൽ 10 വരെ അച്ഛൻ. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. എന്നാൽ എഴുതിക്കൊണ്ടിരിക്കുന്ന പേന ഒടിച്ചു കളയാൻ അധികാരമുള്ള ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത്. അത് സാക്ഷാൽ ജഡ്ജിമാരാണ്. ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പല ജഡ്ജിമാരും ആ വിധി എഴുതിയ പേന മേശപ്പുറത്ത് കുത്തി അതിൻ്റെ നിബ്ബ് അങ്ങോട്ട് ഒടിച്ചു കളയും. അതുകൊണ്ട് പിന്നെ എഴുതാൻ പാടില്ലാതാണ് സങ്കല്പം. ഒരാളുടെ ജീവനെടുത്ത പേനല്ലേ, അതുകൊണ്ട് പിന്നെ എഴുതാൻ പാടില്ലാതാണ് അത്രേ. ഈയിടെ സ്നേഹിച്ച ആളെ കഷായത്തിൽ വിഷം കൊടുത്ത് അപകടപ്പെടുത്തിയ ഒരു സ്ത്രീക്ക് വധശിക്ഷ കൊടുത്തു. ആ വിധി പ്രഖ്യാപിച്ച ജഡ്ജി അതിനുപയോഗിച്ച പേന മേശപ്പുറത്ത് കുത്തി അങ്ങോട്ട് ഒടിച്ചു. ഇങ്ങനെ ചെയ്യാനുള്ള അധികാരം ജഡ്ജിമാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് എന്തായാലും നല്ല കാര്യമാണ്. എല്ലാവരും ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പേന കുത്തി ഒടിക്കാൻ തുടങ്ങിയാൽ ശബദ്ധാവും. ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഒക്കെ അല്ലേ. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം.
അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നല്ലോ അബ്രഹാം ലിങ്കൺ. ഒരിക്കൽ അദ്ദേഹം രോഗം ബാധിച്ച് കിടപ്പിലായി. എന്നാൽ വസൂരി രോഗമായിരുന്നു. ഈ വിവരം പുറത്തറിഞ്ഞപ്പോ വസൂരി പകരുന്നു പേടിച്ച് ആരും വൈറ്റ് ഹൗസിൽ വരാണ്ടായി. ഇത് കേട്ടപ്പോ അബ്രഹാം ലിങ്കൺ പറഞ്ഞുത്രേ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും കയ്യിലുള്ളപ്പോ ആരും എന്നെ വന്ന് കാണില്ല, അല്ലാത്തപ്പോ ശിയാള് വരും ചെയ്യും. ഇപ്പോൾ കോഴിക്കോട്ട് തിരക്കുള്ള സമയമായിരുന്നു. ത്യാഗരാജ സംഗീതോത്സവം തളി പത്മശ്രീയിൽ നടക്കുകയാണ്. അതുപോലെ തന്നെയാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. കോഴിക്കോട് സാഹിത്യനഗരല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാവും. അപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമല്ല, ദൂരേന്നൊക്കെ ആള് ഇവിടെ വന്ന് ഇതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും ഇതിൻ്റെ പ്രഭാഷണം കേൾക്കാനൊന്നുമല്ല വരണേ. ചിലർ കടപ്പുറത്ത് കൂടെ നടക്കാനും ഇഷ്ടം പോലെ ഓരോന്ന് വാങ്ങി തിന്നാനും പുസ്തകങ്ങൾ കാണാനും പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെ സമയം കണ്ടെത്തുന്നുണ്ട്. സുഹൃത്തുക്കളുടെ കൂടെ വെറുതെ നടക്കാനും ആള് ഇവിടേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ വേണല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാവരും പ്രഭാഷണം കേട്ടിരുന്നാൽ മാത്രം പോരല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണല്ലോ നമ്മുടെ സ്വന്തം കോഴിക്കോട്. കുറഞ്ഞ വിലയ്ക്കൊരു സാധനം കിട്ടാണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ വേണ്ടാന്ന് വെക്കുമോ? സത്യമേ പറയാവൂ. പോട്ടെ, വെറുതെ ഒരു സാധനം കിട്ടുകയെന്ന് വെച്ചാലോ ചക്കയിൽ ഈച്ച പൊതിയണ മാതിരി തിക്കി തിരക്കി അങ്ങോട്ട് വരും. കണ്ണൂരിലെ ഒരു പീടികക്കാരൻ പീടികയുടെ ഉദ്ഘാടനത്തിന് ആൾക്ക് ഒരു ഷൂസ് അങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. 1 ഉറുപ്പിയുടെ നോട്ട് കൊടുത്താൽ ഷൂസ് കൊടുക്കുന്നായിരുന്നു പരസ്യം. ആള് എരന്നും ഹുണ്ടിക പൊളിച്ചും കിട്ടിയ ഉറുപ്പിക നോട്ടും കൊണ്ട് മാഹിയിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് പെട്രോൾ അടിക്കാൻ പായണ മാതിരി കണ്ണൂർക്ക് അങ്ങോട്ട് പുറപ്പെട്ടു. പുലർച്ചെ മുതൽ പീടികയുടെ മുമ്പിൽ പൂഴിട്ട നിലത്തെത്താത്ത മാതിരി ജനക്കൂട്ടം. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ 1 ഉറുപ്പിയുടെ നോട്ടും കൊണ്ടുവരണ ആദ്യത്തെ 75 ആളുകൾക്കായിരുന്നു ഈ 1 ഉറുപ്പിയുടെ ഷൂസ് കിട്ടുക. ഇത് കേട്ട് മറ്റ് ജില്ലയിൽ നിന്ന് വരെ ആളിലെത്തിയിത്രേ. വന്നവരിൽ കൂടുതലും കൗമാരക്കാര്. ഉച്ചയായപ്പോഴേക്കും കാര്യങ്ങൾ അങ്ങോട്ട് കൈവിട്ടു. റോഡ് അങ്ങോട്ട് സ്തംഭിച്ചു. പോലീസ് എത്തി. ആളില് ഒന്നിച്ച് കയറിയതോടുകൂടി പീടികയുടെ മുമ്പിലുള്ള ഇരുമ്പ് കോണി പൊട്ടി അങ്ങോട്ട് വീണു. പോലീസ് ലാത്തി വീശാൻ അങ്ങോട്ട് തുടങ്ങി. ഷൂസ് ആർക്കും കിട്ടിയില്ല എന്ന് മാത്രമല്ല, ലാത്തിയടി കിട്ടും ചെയ്തു. പീടികക്കാർക്കെതിരെ പോലീസുകാർ കേസെടുത്തു എന്നാ കേൾക്കണേ. എന്നാൽ അടി കൊള്ളാത്തവർ പിന്നെയും പീടിക പൂട്ടണ വരെ അങ്ങോട്ട് നിന്നൂത്രേ. പോയാലൊരു നോട്ട്, കിട്ടിയാലൊരു ഷൂസ്. ഷൂസ് വാങ്ങാൻ പോയിട്ട് അടിയും കൊണ്ടുവരണവരോട് എന്താ പറയുക? ഇത് കേട്ടപ്പോൾ ശികാലം മുമ്പ് സൂപ്പർ മാർക്കറ്റിലുണ്ടായ ഒരു കാര്യമാണ് FM തിരുമേനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് വലിയ ഉള്ളിക്ക് 70 ഉറുപ്പിയായിരുന്നു വില. കുറച്ചു കാലം മുമ്പാണ് ഒരു ചൊവ്വാഴ്ച കിലോയ്ക്ക് 20 ഉറുപ്പിയയ്ക്ക് ഉള്ളി കൊടുക്കുന്നൊരു ഓഫർ. തിരുമേനി പിന്നെ ഇതിനൊന്നും തിക്കിത്തിരക്കി പോവുക പതിവില്ല. പാൻറ്റും ഷർട്ടും പാപ്പാസൊക്കെ ഇട്ട് വന്ന ആണുങ്ങളും സിൽക്ക് സാരിയൊക്കെ ഇട്ട് വന്ന സ്ത്രീജനങ്ങളും സൂപ്പർ മാർക്കറ്റിൻ്റെ നിലത്ത് കടന്ന് ഉള്ളിക്ക് കടിപിടി കൂടണ കണ്ടപ്പോൾ തിരുമേനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയാണ്ടായി. ആദ്യം ഒരു ചാക്കുള്ളി അവിടെയാണ് കൊടുന്നിട്ടു. അതോടുകൂടി ആളിൽ തിക്കും തിരക്കും കൂടാൻ അങ്ങോട്ട് തുടങ്ങി. എന്നാൽ ചാക്കിലുള്ള ഉള്ളിയുടെ കാര്യം പറയാതിരിക്കുക ഭേദം. ചീഞ്ഞതും കെട്ടതുമായിട്ടുള്ള ഉള്ളി ധാരാളമുണ്ട്. അതിന്ന് തപ്പിത്തെറിഞ്ഞ് വേണം 1 കിലോ തികയ്ക്കാൻ. ഇത് കഴിയാറായപ്പോൾ ഒരാൾ വേറൊരു ചാക്കും കൊണ്ട് അങ്ങോട്ട് വന്നു. അത് കൊണ്ടുവരണതിൻ്റെ ഇടയിൽ കയ്യിൽ നിന്ന് പൊട്ടി അങ്ങോട്ട് പോയി. വഴിയിൽ മുഴുവൻ ഉള്ളി അങ്ങോട്ട് പരന്നു. ഉള്ളി നിലത്ത് കിടക്കണത് കണ്ടോടുകൂടി നല്ല പാൻറ്റും ഷർട്ടും പാപ്പാസും ഒക്കെ ഇട്ട ആണുങ്ങളും സിൽക്ക് സാരി വരെ ഇട്ട സ്ത്രീജനങ്ങളും നിലത്ത് അങ്ങോട്ട് കിടക്കാൻ തുടങ്ങി. എന്നിട്ട് നിലത്ത് വീണ് കിടക്കണ ഉള്ളിക്ക് കടിപിടി കൂടണ കണ്ടപ്പോൾ തിരുമേനിക്ക് ചിരിക്കണോ കരയണോ എന്ന് അറിയാണ്ടായി. മാസം 50,000 1 ലക്ഷമൊക്കെ വരുമാനമുള്ള ആളാണ് 20 ഉറുപ്പിയയ്ക്ക് ഉള്ളി കിട്ടണ കണ്ടപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ നിലത്ത് കിടക്കാൻ വരെ തയ്യാറായത്. ഇപ്പം അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ 3-4 ദിവസം പകുതി വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കുന്നു പറഞ്ഞപ്പോൾ എന്തായിരുന്നു തിരക്ക്. വന്ന ആളിൽ തുണികൾ വലിച്ചു വാരിയിടണ കണ്ടപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമോയെന്ന് FM തിരുമേനിക്കൊരു ശങ്ക. സാധനങ്ങൾ പകുതി വിലയ്ക്ക് കിട്ടണതിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്.
ഇക്കണക്കിൽ സൗജന്യമായിട്ട് കിട്ടിയാൽ എന്താ ഉണ്ടാവുക? കുറ്റമല്ല നമ്മളെ എല്ലാവരും പറ്റിക്കണത്. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ഒരു ഹോട്ടലിൽ ഊണഴിക്കാൻ കയറിയ ആള് തനിക്ക് വിളമ്പിയ ചോറിൽ ഒരു തലമുടി കിടക്കണുണ്ട് അങ്ങോട്ട് ക്ഷോഭിച്ചു. അപ്പം മാനേജർ ക്ഷമാപണത്തോടു കൂടി ഇദ്ദേഹത്തിനോട് പറഞ്ഞു അത്രേ, എന്നാൽ ക്ഷമിക്കുക, വീട്ടിലെ ചോറിന്ന് ചിലപ്പോൾ മുടി കിട്ടാറില്ലേ, ക്ഷമിക്കൂ. ഊണ് കഴിഞ്ഞ് പണം കൊടുക്കാണ്ട് ഇദ്ദേഹം ഇറങ്ങിപ്പോവാൻ തുടങ്ങിയപ്പോൾ മാനേജർ പിടിച്ചു നിർത്തിയത്രേ. അപ്പോൾ ഇദ്ദേഹം മാനേജരോട് പറഞ്ഞു, എന്നാൽ വീട്ടിലെ ഊണിന് ഞാൻ പണം കൊടുക്കാറില്ല, ക്ഷമിക്കുക. സുഖമായിട്ട് താമസിക്കാൻ പണം വരെ മുടക്കാൻ തയ്യാറ്. ജയിലിലൊന്ന് പ്രവേശിപ്പിക്കണം. ജപ്പാനിലെ ഏറ്റവും വലിയ ജയിലായിട്ടുള്ള ടോകിച്ചിയയിലെ കാര്യാഹേ പറയണത്. ഒറ്റപ്പെടലും ദാരിദ്ര്യവും കൊണ്ട് ഷിയാള് ജയിലിൽ താമസിക്കാൻ തയ്യാറായിരിക്കേണ്ടത്രേ. ജപ്പാനിലെ പ്രധാനപ്പെട്ട വനിതാ ജയിലുകളൊക്കെ പ്രായമായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണത്രേ. കളവ് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചെയ്തവരാണത്രേ. ഷിയാളിലും നേരത്തിന് ഭക്ഷണം, പരിചരണം, മരുന്ന് ഇത്യാദി കാര്യങ്ങളൊക്കെ ജയിലിൽ കിട്ടും. വർത്തമാനം പറയാനും ഷിയാളിലുണ്ട്, പണച്ചെലവൊട്ടില്ലേനും. ഇതൊക്കെയാണത്രേ ഏകാന്തതയും ഒറ്റപ്പെടലും നിറഞ്ഞ വാർദ്ധക്യത്തിൽ ഷിയാളിൽ ജയിലിൽ പോവാനുള്ള കാരണം. എന്നാൽ ചെറിയൊരു കുറ്റം ചെയ്തിട്ടാണെങ്കിലും ജയിലിൽ പോവാൻ ഷിയാളിൽ തയ്യാറാണെന്നാണ് റിപ്പോർട്ട്. വൃദ്ധസദനങ്ങളിൽ താമസിക്കാൻ സാമ്പത്തികമായിട്ട് കഴിവില്ലാത്തവരും ജയിലിലേക്ക് അങ്ങോട്ട് വരും. ഒരു തവണ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ പിന്നെയും ജയിലിലേക്ക് എത്തണ ഷിയാളിലുണ്ട് അത്രേ ജപ്പാനിൽ. 2003 2022 ഇടയിൽ 65 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ എണ്ണം 4 ഇരട്ടിയാണത്രേ ഇവിടെ കൂടിയത്. ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നൊക്കെ പണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ തിരുത്തി എഴുതേണ്ട കാലമായി എന്നാണ് തിരുമേനിക്ക് തോന്നുന്നത്. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. പത്താന്തരം തോറ്റ മകനോട് അച്ഛൻ പറഞ്ഞു, പഠിക്കാണ്ട് തെണ്ടി തിരിഞ്ഞ് നടന്നതുകൊണ്ടല്ലേ നീ തോറ്റത്. എടാ കഴുതേ, നിന്റെ ഈ ചെറിയ പ്രായത്തിൽ ജവഹർലാൽ നെഹ്റു എല്ലാ വിഷയത്തിലും ഒന്നാമനായിരുന്നു. അപ്പോൾ മകൻ ചോദിച്ചു അത്രേ, അച്ഛൻ്റെ ഈ പ്രായത്തിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ. അപ്പോഴോ? ദീപസ്തംഭം മഹാശ്ചര്യം ഇനി അടുത്ത ഞായറാഴ്ച രാത്രി 7:35 അരങ്ങത്ത് സി കൃഷ്ണകുമാർ, നിർമ്മാണ സഹായി വിനോദ് കീഴടത്ത്. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം.